അപ്പോൾ നമ്മൾക്ക് ഇന്ന് വന്ന വണ്ടിയാണ് കേട്ടത്. ഇപ്പോൾ അതിൻ്റെ ബേസ് കോട്ട് അടിച്ചിട്ടേക്കാണ്. ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു സ്കോഡ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് വ്ളോഗായിട്ട് തന്നെ കേട്ടോ. കാർ ഗാരേജിൻ്റെ വ്ളോഗായിട്ട് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരുവന്നൂർ ആണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഗാരേജിലേക്ക് പോകണം. അതിനുശേഷം നമുക്ക് സിൽക്കി ഗോൾഡിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഹോണ്ട സിറ്റിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളും പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ട് ഇരിഞ്ഞാലക്കൂടെ ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ വണ്ടികളും പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ ഈ ഒരു ഏരിയയിൽ 2 ലക്ഷത്തോളം മീൻ, പാടാണ് കേട്ടോ. ഏരിയ എന്ന് പറഞ്ഞാൽ പാടാണിത്. അപ്പോൾ ഈ പാടത്ത് 2 ലക്ഷത്തോളം മീൻ വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടേക്കാണ്. അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വെള്ളം കയറുമ്പോൾ ഒക്കെ ഇപ്പുറത്തെ കണ്ടത്തേക്കും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വലയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗാരേജിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഗാരേജിൽ പോകണേക്കാളും മുമ്പ് CarJJ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പുതിയ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ടുണ്ട് ആ ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ബൾബ് റീപ്ലേസ് ചെയ്യുക, അതേപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ എൻജിൻ പെർഫോമൻസ് എങ്ങനെ ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബ്രേക്ക് പാഡ് എങ്ങനെ സർവീസ് ചെയ്യുക, ബ്രേക്ക് ഷൂ എങ്ങനെ സർവീസ് ചെയ്യുക, AC ഫിൽറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചാനലും കൂടി ഇഷ്ടപ്പെട്ടവർ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്ന് സൈഡിലേക്ക് ഇറക്കിയത് നല്ല പുതിയ വണ്ടി നമ്മുടെ ഗാരേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി കണ്ടിട്ടില്ല, ഇന്നോവ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് വന്ന വണ്ടിയാണ് കേട്ടത്. അപ്പോൾ ഇത് കസ്റ്റമർ ശരിക്കും ഫുൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. ഞാൻ പറഞ്ഞു ഫുൾ പെയിൻറ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല, വണ്ടി ബോഡി ഒക്കെ നീറ്റാണ്, പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് മാത്രം പെയിൻറ്റിങ് ചെയ്ത് ഫുള്ളായിട്ട് കൺവേർഷൻ, അതായത് ഫ്രണ്ട് ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യും. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വെക്കും. പിന്നെ ബാക്കിൽ ഈ ടൈലൈറ്റ് പുതിയ ടൈലൈറ്റ് ആണ്. അപ്പോൾ രണ്ടും ഈ സെയിം ടൈലൈറ്റ് തന്നെ സെറ്റ് ചെയ്യും. ഈ ഡോർമയും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഡോർമയും ചെറിയ ഡെൻ്റ് ഉണ്ട്. അപ്പോൾ അതും ആ 2 ഡോർ പെയിൻറ്റ് ചെയ്യും. ഫുള്ളായിട്ട് വണ്ടി പോളിഷ് ചെയ്യും. ഹോണ്ട സിറ്റി പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് പാർട്സുകൾ അഴിക്കേണ്ടതായിട്ടുണ്ട്. ബമ്പർ, ടൈലൈറ്റ്, അതേപോലെ തന്നെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിവിടെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നല്ലൊരു MH വണ്ടി നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വണ്ടി കയറ്റിയിട്ടിട്ട് അതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അകത്തൊരു ബ്ലാക്ക് വണ്ടി നമ്മൾ അങ്ങോട്ട് നീക്കി പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയും പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റിങ് അല്ല, പ്രൈമർ കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അകത്ത് നമ്മളുടെ സിൽക്കി ഗോൾഡ് വണ്ടി പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. ഇപ്പോൾ അതിൻ്റെ ബേസ് കോട്ട് അടിച്ചിട്ടേക്കാണ്. ബേസ് അടിച്ച് ഇപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം പെയിൻറ്റ് വരും കേട്ടോ. ഈ വണ്ടി നമ്മൾക്ക് ബോണറ്റ് അതുപോലെ തന്നെ ഡോറ് കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ആ രീതിയിൽ നമ്മൾക്ക് ഈ വണ്ടി ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ ഈ ബോണറ്റും ഇതേ ഒരു ഡെൻ്റ് ഉണ്ട്. അതുപോലെ ഫെൻഡറിൻ്റെ ഇവിടെ ഡെൻ്റ് ഉണ്ട്. ഡോറിൻ്റെ സെൻറ്റർ വശത്ത് ഡെൻ്റ് ഉണ്ട്. ഈ ഡോറുമ്പോൾ ഡെൻ്റ് ഇല്ല, പക്ഷേ മുന്നിൽ ചെയ്തവരുടെ പെയിൻറ്റ് ഒലിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ക്വാർട്ടർ പാനൽ ഡെൻ്റ് ഉണ്ട്. ബാക്കിൽ വന്നെങ്കിൽ ഡിക്കി ഫുൾ അടിക്കേണ്ടതായിട്ടുണ്ട്. ബമ്പർ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ക്വാർട്ടർ പാനൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ 2 ഡോറും ആ ഒരു ഫെൻഡറും ഡെൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റും സിംഗിൾ കോട്ട് എന്നല്ല പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്യാനാണ് തീരുമാനം. നമുക്ക് അപ്പോൾ നേരെ പെയിൻറ്റിങ് ഷോപ്പിലേക്ക് വിടാം. പെയിൻറ്റിങ് ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളും പർച്ചേസ് ചെയ്യാം. ഹോണ്ട സിറ്റിക്കും അതേപോലെ തന്നെ നമ്മളൊരു വൈറ്റ് കളർ വന്നിട്ടുണ്ട് വണ്ടി, ഞാൻ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ ആ വണ്ടിക്കും പെയിൻറ്റ് എടുക്കാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ഇന്ന് വന്ന വണ്ടിയാണിത്. ഇത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ നിന്ന് വന്ന വണ്ടിയാണ്, പുതുപ്പള്ളി ആ ഭാഗത്തു നിന്ന് വന്ന വണ്ടിയാണ്, കോട്ടയം. അപ്പോൾ വണ്ടി നല്ലൊരു നീറ്റ് വണ്ടിയാണ് കേട്ടോ. ഇന്ന് വന്നത് 2008 മോഡൽ വണ്ടി ആയാൽ പോലും വണ്ടി അത് നിങ്ങൾക്ക് ഇന്ത്യയിൽ വീഡിയോസ് കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ക നീറ്റാണ്, ഓടിക്കാനും രസമുണ്ട് വണ്ടി. അപ്പോൾ ഞാനിത് ഫുൾ പെയിൻറ്റിങ്ങിനെ അവർ കൊണ്ടുവന്നത്, പക്ഷേ ഫുൾ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി ബോഡി കാര്യങ്ങളൊക്കെ നീറ്റാണ്. ആകെ 2 ഡോർ പെയിൻറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് വന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് പെയിൻറ്റ് പർച്ചേസിങ് കാണാം. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പെയിൻറ്റ് എന്ന പെയിൻറ്റിങ് മെഷീൻ കേട്ടോ. അപ്പോൾ ഓരോ പെയിൻറ്റും ഇതേപോലുള്ള ടിന്നിൽ. ഇപ്പോൾ നമുക്കിപ്പോൾ എടുക്കേണ്ടത് ബ്ലാക്കാണ്. എന്ത് ബ്ലാക്കാണ് അതിൻ്റെ പേര്? നൈറ്റ് ഹവ ബ്ലാക്കാണ്. അപ്പോൾ അതിന് ഏകദേശം ഒരു 5-6 ടിൻറ്റുകളുണ്ടാവും. ആ ടിൻറ്റ് ഇതിൽ ഒഴിച്ച് മിക്സ് ചെയ്താലേ നമുക്ക് ആ ഒരു കളർ കിട്ടുള്ളൂ കേട്ടോ. ഇന്ന് എടുക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ
സിൽവർ 1E7 എന്ന് പറഞ്ഞ കളർ എടുക്കണം. അതുപോലെ തന്നെ വൈറ്റ് എടുക്കണം. നമ്മൾ ലാസ്റ്റ് കണ്ട വണ്ടിയില്ല, അതിൻ്റെ വൈറ്റിൻ്റെ കളർ എടുക്കണം. 1E7 എന്ന് പറഞ്ഞത് ഈ വണ്ടിയുടെ കളറും നമ്മൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സിൽവറാണ്. 1E7 എന്ന് പറഞ്ഞ സിൽവർ, ഇന്നോവയ്ക്ക് പറഞ്ഞ സിൽവറാണ് അടിക്കേണ്ടത്. വലിയ പർച്ചേസിങ് തന്നെയാണ്. സാധനങ്ങളൊക്കെ നെറ്റ് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പെയിൻറ്റുകൾ. നൈറ്റ് ഹോവർ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. ഇത് 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഈ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഓക്കെ, ഈ 2 ഷെയ്ഡിൽ നമ്മൾ എടുത്താണത് ഈ ഷെയ്ഡാണ്. അപ്പോൾ ഇതിൽ 7 ടിൻറ്റുകളുണ്ട് വരുന്നുണ്ട് കേട്ടോ. 7 ടിൻറ്റ് മിക്സ് ചെയ്താലേ നമ്മൾക്ക് അതായത് ഈ ഒരു കളർ നൈറ്റ് ഹവ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ 7 ടിൻറ്റുകൾ ഇവിടെ മിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് എത്ര അളവിലാണെന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സെയിം പോണത് ഈ ഒരു കളറാണ് കേട്ടോ. 1E7 ഈ ഒരു സിൽവർ കളറ്. അപ്പോൾ ഇതിന് 5 ടിൻറ്റുകളാണുള്ളത്. അപ്പോൾ 5 ടിൻറ്റുകളും നമുക്ക് മിക്സ് ചെയ്യാം. അടുത്തത് നമ്മുടെ കോഡ് എന്ന് പറഞ്ഞത് 040, അതായത് ഇന്നോവയ്ക്ക് വരുന്ന വൈറ്റ് ആണ്. അപ്പോൾ അതൊരു ബുക്കിൽ എഴുതി വെച്ചാണത്. സൂപ്പർ വൈറ്റ് ഇതേ പേരുണ്ട് ഇവിടെ 040. അപ്പോൾ അതിൻ്റെ എത്ര ടിൻറ്റുകളുണ്ട്? 6 ടിൻറ്റുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. നമ്മളത് ബേസിൽ എടുക്കണം. ഈ വൈറ്റ് നമുക്ക് PU എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ PU എടുത്താൽ നമ്മൾക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ മങ്ങിപ്പോവാനും അതുപോലെ തന്നെ ലൈഫ് കുറവായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ വണ്ടിയുടെ ബോഡി ചെക്ക് ചെയ്തു. ഇതിപ്പോൾ കമ്പനി വരുന്ന കളർ തന്നെയാണ് നമ്മൾ ഇതിൽ അടിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി കളർ എടുക്കുമ്പോൾ ആ കോഡിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിന് വ്യത്യാസം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വന്നതാണ്. അവിടെ നമ്മളെടുത്ത് അടിക്കുന്ന വണ്ടി ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് 2 ടിൻറ്റ് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ബോഡിയുമുള്ള കളറൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയുടെയും പെയിൻറ്റുകൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഹോണ്ട സിറ്റിയുടെ ബ്ലാക്ക് കളറാണ്. ഇതിലെല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൽ അതിൻ്റെ പ്രൈമർ, ക്ലിയർ, ടിന്നർ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് വൈറ്റ് ഇന്നോവ ടച്ചപ്പിന് വന്ന വൈറ്റ് ഇന്നോവയുടെ പെയിൻറ്റും സാധനങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളുണ്ട്. ഇത് നമ്മളുടെ 1E7 എന്ന് പറഞ്ഞാൽ സിൽവർ MH വണ്ടിക്ക് വന്നാണ് സാധനങ്ങൾ. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഗാരേജിക്കുള്ള കുറച്ച് സാധനങ്ങളും. ഇരിഞ്ഞാലക്കൂടെ ബിവറേജ് ഉണ്ട് കാണണേ. നല്ല തിരക്കാണ്. നല്ല നീണ്ട ക്യൂ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഒരു സ്കോഡ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓടിച്ച് നോക്കാം. ഇങ്ങനെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. ഒക്ടാവിയ TDI. സപ്പൊക്കെ ഉണ്ടല്ലോ. വണ്ടി 2003 മോഡലാണ്. ഓടിച്ചിട്ട് വേറെ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും അങ്ങനെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. സെക്കൻഡ്സ് എടുത്തതാണ് കേട്ടോ. റൈറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മളെടുത്ത വണ്ടിയല്ലല്ലോ. നമ്മളുടെ സിൽക്കി ഗോൾഡ് ഇന്നോവ കാലത്ത് നമ്മൾ പെയിൻറ്റിങ് തുടങ്ങിയ വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടി ഇതേ ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ അടിച്ചു തുടങ്ങി. ഉച്ചയായപ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബേസ് കോട്ട് അടിച്ചിട്ട ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഫാമിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ ചിലപ്പോൾ കാണുന്നുണ്ടാവും. ചേട്ടൻ്റെ വണ്ടി ഫുൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത വണ്ടി നമ്മൾക്ക് ഹോണ്ട സിറ്റി കയറ്റണമെത്തി. ഇന്നോവയുടെ മുകളിൽ റൂഫുമ്മ ഈ വണ്ടിക്കും കംപ്ലൈൻ്റ് ഉണ്ട്. ഇപ്പോൾ സിലിക്കോണൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആവും, ടെമ്പറാവും.
നാളെ വൈറ്റ് വണ്ടിയുടെ ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബോഡി ഫില്ലറും കാര്യങ്ങളെല്ലാം ഒരു സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് സൈഡ് ഡിക്കിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഡിക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഈ സൈഡ് ഇത്ര ഭാഗം ഗ്രൈൻഡ് ചെയ്ത് കളയേണ്ടി വന്നു. കാരണം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ബബിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് രണ്ടാമത് അതും ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഒരു വീഡിയോ ആക്കിയത് കേട്ടോ. അതായത് പെയിൻറ്റ് മിക്സിങ്ങും പെയിൻറ്റ് പർച്ചേസിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പോൾ നാളെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് റെഡ് ഇന്നോവ ഇവിടെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ആ വണ്ടിക്ക് സീറ്റും കാര്യങ്ങളെല്ലാം സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീറ്റ് എടുക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ഇന്നോവ വൈറ്റ് ഇന്നോവ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം തീരും. അതേപോലെ തന്നെ നമുക്ക് റെഡ് ഇന്നോവ ഇപ്പോൾ ഫ്രണ്ട് മാത്രം സെറ്റിങ് ചെയ്യാനുള്ള റെഡ് ഇന്നോവ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഏകദേശം തീരുന്നൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതൊരു വ്ളോഗായതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, എന്നാലാണ് നമ്മൾക്ക് വ്യൂസ് കാര്യങ്ങൾ കൂടുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ ഇരിഞ്ഞാലക്കുട പള്ളിയാണ് കേട്ടോ. അപ്പോൾ ശരി.